بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بأننا مؤمنين السلام عليكم ورحمة الله وبركاته. യൂസുഫ് സൂറത്തിൽ നിന്ന് 80 ആയത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു പല വീഡിയോകളിലായിട്ട്. ഇന്ന് എടുക്കുന്നത് 81-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇർജിഉ ഇലാ അബീകും വഖൂലു യാ അബാനാ ഇന്ന ഇബ്നക സറഖ വമാ ശഹിദ്നാ ഇല്ലാ ബിമാ അലിംനാ وما كنا للغيب حافظين. യാക്കൂബ് നബിയുടെ മൂത്ത മകൻ മറ്റുള്ളവരുമായി സംസാരിക്കുന്ന ഒരു രംഗമാണ് ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ നമ്മൾ പറഞ്ഞത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ബിന്യാമിനെ വിട്ടുകിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് പോവില്ല. അല്ലെങ്കിൽ എൻ്റെ പിതാവ് എനിക്ക് സമ്മതം തരണം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അതല്ലെങ്കിൽ അള്ളാഹു ഒരു വിധിക്കട്ടെ, എന്താണെങ്കിൽ അത് വിധിക്കട്ടെ, അതനുസരിച്ച് ഞാൻ ഇവിടെ വിട്ട് പോവുള്ളൂ, അതുവരെ പോവില്ല. ഇവിടെ തന്നെ ബിന്യാമിനെ അവർ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് മോഷണ കുറ്റം ആരോപിച്ചിട്ട്. അതുകൊണ്ട് ബിന്യാമിനെ വിട്ടുകിട്ടുന്നില്ല. ബിന്യാമീൻ ഇല്ലാതെ ഞാൻ ഈ പ്രദേശം വിട്ട് പോകില്ല എന്ന് തന്നെ അദ്ദേഹം അവരോട് പറയുന്ന രംഗമാണ്. ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോവുക, ഉപ്പാടെ അടുത്ത് ചെന്നിട്ട് പറയണം ബിന്യാമീൻ മോഷണം നടത്തി എന്നുള്ള വിവരം ഉപ്പാട് പറയാം. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാനൊന്നും കഴിഞ്ഞിട്ടില്ല ആ കാര്യം, മോഷണം നടത്തിയത്. പക്ഷേ ബിന്യാമീൻ്റെ ഭാണ്ഡം പരിശോധിച്ചപ്പോൾ രാജാവിൻ്റെ അളവ് പാത്രം ഭാണ്ഡത്തിൽ നിന്ന് കിട്ടി. അത് മാത്രമാണ് തെളിവ് എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള ആണ് 81-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇർജിഉ, നിങ്ങൾ മടങ്ങിപ്പോകണം, ഇലാ അബീക്കും, നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ഫഖൂലു, നിങ്ങൾ പറയുക, പിതാവേ, യാ അബാന, ഞങ്ങളുടെ പിതാവേ, ഇന്ന ഇബ്നക, തീർച്ചയായും നിങ്ങളുടെ മകൻ ബിന്യാമീൻ, സറഖ, അവൻ മോഷ്ടിച്ചു, മോഷണം നടത്തിയവൻ. വമാ ശഹിദ്ന, ഞങ്ങൾ സാക്ഷി പറയുന്നില്ല, ഇല്ലാ ബിമാ അലിംന, ഞങ്ങൾ അറിഞ്ഞ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഞങ്ങൾ സാക്ഷി പറയുന്നില്ല. ഞങ്ങൾ അറിഞ്ഞൊരു കാര്യമാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ബിന്യാമീൻ ഒരു മോഷണം നടത്തിയിട്ടുണ്ട്. അത് രാജാവിൻ്റെ അളവ് പാത്രം ബിന്യാമിൻ്റെ ബാഗിൽ അതല്ലെങ്കിൽ ഭാണ്ഡത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പരിശോധനയിൽ അറിയാൻ കഴിഞ്ഞു. അതാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത്. വമാക്കുന്ന, ഞങ്ങളല്ല, ലിൽ ഗൈബി, അദൃശ്യമായ കാര്യത്തെ ഹാഫിദീന, മനസ്സിലാക്കിയവരല്ല. അവിടെ എന്താ സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, ഇത് മാത്രമാണ് ഞങ്ങൾക്കറിയാം എന്നുള്ള വിവരം ഉപ്പാട് പറയണം എന്ന് മൂത്ത ജ്യേഷ്ഠൻ ഇവരോട് പറഞ്ഞയക്കുന്നതാണ് സന്ദർഭം. മാത്രമല്ല, വസ്അലിൽ ഖറിയത്തല്ലത്തി കുന്നാ ഫീഹാ വൽ ഇറല്ലത്തി അഖ്ബൽനാ ഫീഹാ വഇന്നാ ലസാദിഖൂൻ, ഇതും പറയണം പാട്.
എന്താ വസ്അലിൽ ഖറിയത്ത, നാട്ടുകാരോട് ചോദിക്കുക. ഏത് നാട്ടുകാർ? അല്ലത്തി, എങ്ങനെയുള്ള നാട്? നാട്ടുകാർ കുന്ന, ഞങ്ങളായിരുന്നു, ഫിഹ, നാട്ടിലായിരുന്നു. ഞങ്ങൾ ഈജിപ്തിലാവുമ്പോൾ എവിടെയാണോ ഞങ്ങളുണ്ടായിരുന്നെങ്കിൽ ആ പ്രദേശത്തുകാരോട് ചോദിക്കണം. അതല്ലെങ്കിൽ വൽ ഈറല്ലത്തി അഖ്ബൽന ഫിഹ, വൽ ഈർ എന്ന് പറഞ്ഞാൽ യാത്രാസംഘം. ഈ കുടുംബത്തിന് വേണ്ടി ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവരുന്ന യാത്രാസംഘത്തിനാണ് ഈർ എന്ന് പറയാം. വൽ ഈറ, യാത്രാസംഘത്തോട് ചോദിക്കുക. അല്ലത്തി, എങ്ങനെയുള്ള യാത്രാസംഘം? അഖ്ബൽന ഫിഹ, ആ യാത്രാസംഘത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്, അവരോട് ചോദിക്കുക. വൈന്നാല സാദിഖൂൻ, ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ പറയുന്നത് സത്യമാണ്, ഇതിലൊന്നും തന്നെ കളവില്ല, സത്യസന്ധമായിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് ജ്യേഷ്ഠൻ അവരോട് പറഞ്ഞയക്കുന്ന കാര്യം. രണ്ട് കാര്യമാണ്. ഒന്ന്, ഞങ്ങൾ ഏത് പ്രദേശത്തായിരുന്നോ ആ പ്രദേശത്തുകാരോട് ചോദിക്കുക. ഈജിപ്തിൽ ഞങ്ങൾ എവിടെയായിരുന്നോ താമസിച്ചിരുന്നത് ആ പ്രദേശത്തുകാരോട് ചോദിച്ചറിയാം. അതല്ലെങ്കിൽ ഞങ്ങൾ ഏത് യാത്രാ സംഘത്തിലാണോ ഇവിടെ വന്നത് അവരോട് ചോദിക്കും. എന്നാൽ കാര്യം വ്യക്തമായിട്ട് അറിയാൻ പറ്റും, ഞങ്ങൾ പറയുന്നത് വളരെ സത്യമാണ്. ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം മൂത്ത ജ്യേഷ്ഠൻ മറ്റ് സഹോദരന്മാരോട് പറഞ്ഞയക്കും, ഉപ്പാട് ഇതെല്ലാം പറയണം. അങ്ങനെ ഉപ്പാടെടുത്തവരെത്തി. 6-7 ദിവസം യാത്ര ചെയ്താലാണ് കനാനിൽ എത്തുക, ഈജിപ്തിൽ നിന്ന്. 80ഓളം ഫർസഖ് വഴി ദൂരമുണ്ട്. 80ഓളം ഫർസഖ് എന്ന് പറഞ്ഞാൽ ഒരു ഫർസഖിന് 5.25 കിലോമീറ്ററാണ്. 5.76 5.76 കിലോമീറ്ററാണ് ഒരു ഫർസഖ്. അങ്ങനത്തെ 80 ഫർസഖ് വഴി ദൂരമുണ്ട് ഈജിപ്തിൽ നിന്ന് കന്നാനിലേക്ക്, അല്ലെങ്കിൽ കന്നാനിൽ നിന്ന് ഈജിപ്തിലേക്ക്. അപ്പോൾ ഒരു 5-8 ദിവസത്തെ യാത്ര ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത്. അങ്ങനെ അവർ അവിടെ എത്തിയിട്ട് ഉപ്പാട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ ഉപ്പ പറയാണ്, ബൽ സവ്വലത്തിലക്കും അൻഫുസുക്കും അംറൻ ഫസബ്റുൻ ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ബൽ എന്നല്ല, സവ്വലത്തിലക്കും അൻഫുസുക്കും, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഭംഗിയായി തോന്നിപ്പിച്ചു അമ്പെന്നൊരു കാര്യം. നിങ്ങൾക്ക് നന്നായി തോന്നിയ ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് സബറുൻ, ക്ഷമയാണ്, ജമീലുൻ, ഏറ്റവും നല്ലത്, ഏറ്റവും ഭംഗിയുള്ള കാര്യം ക്ഷമിക്കലാണ്. അസല്ലാഹു, അല്ലാഹു ആയേക്കാം യഅതിയനി ബിഹിം, അവരെ ജമീഅൻ, എല്ലാവരെയും എനിക്ക് കൊണ്ടുവന്ന് തന്നേക്കാം. അള്ളാഹു ആയേക്കാം എന്നിവിടെ പറഞ്ഞാൽ ഇങ്ങനെ അസച്ച് വെച്ചിട്ട് പറയുന്നത് സംശയത്തിൻ്റെ നിഴലിലാണ്. അങ്ങനെ ആയത്തുകളിൽ സംശയത്തിൻ്റെ നിഴലല്ല, അത് ഉറപ്പായിട്ടും അള്ളാഹു അങ്ങനെ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അസ എന്ന് പറഞ്ഞാൽ ആയേക്കാം, കൊണ്ടുവന്നേക്കാം എന്നുള്ളതാണ്. അപ്പോൾ
മിക്കവാറും അത് അങ്ങനെ തന്നെ ആവും എന്നുള്ളതാണ് ഫസ്ലുകളുടെ അഭിപ്രായം. അങ്ങനെ ആയിണ്ടല്ലോ യാക്കൂബ് നബിയുടെ അടുത്ത് യാക്കൂബ് നബിയും മറ്റ് അനുജന്മാർ ജ്യേഷ്ഠന്മാരും എല്ലാവരും കൂടിയിട്ട് യൂസുഫിന്റെ അടുത്തേക്ക് വരുന്നിറങ്ങാനുള്ള അടുത്തുണ്ടാവുന്നത്. അപ്പൊ അള്ളാഹു തആല ആയേക്കാം എഴുത്തിയനി എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നവൻ ആയേക്കാം ബിഹിം അവരെ ജമിയാൻ അവരെല്ലാവരെയും. എല്ലാവരും എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ടു. കിണറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കില്ല എന്നൊക്കെ കുറെ ഇവരുടെ നിർബന്ധത്താലാണ് അന്ന് പറഞ്ഞയച്ചത്. കളിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ അയക്കണം എന്ന് പറഞ്ഞിട്ട് അയക്കില്ല എന്നും അവിടെ ചെന്നായ പിടിക്കും എന്നൊക്കെയുള്ള വിഷമങ്ങൾ യാക്കൂബ് നബി അവരോട് പറഞ്ഞു. പക്ഷെ അതിൽ നിന്നെല്ലാം അഭിപ്രായങ്ങളെല്ലാം യാക്കൂബ് നബിക്ക് മാറ്റേണ്ടി വന്നു ഇവരുടെ സംസാരം അനുസരിച്ച്. അങ്ങനെ പറഞ്ഞയച്ചു. ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ വന്നു. ആ സംഭവം കഴിഞ്ഞിട്ട് 10-30-40 കൊല്ലമായിട്ടുണ്ടാവും. അപ്പൊ അന്ന് അങ്ങനെ യൂസുഫ് നബി യാക്കൂബ് നബിക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ ദുഃഖത്തിൽ കഴിയുക. ഈ സമയത്ത് ആണ് ബിന്യാമീന് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബിന്യാമീൻ മോഷണ കേസിൽ അവിടെ അവർ കസ്റ്റഡിയിലെടുത്തിരിക്കുക. യൂസുഫ് അലൈഹിസ്സലാം അങ്ങനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് യാക്കൂബ് നബി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, യൂസുഫിനെ നിങ്ങൾ കൊണ്ടുപോയ മാതിരി ഉള്ള അനുഭവം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ അയച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു രംഗം ഉണ്ടായി. അപ്പോൾ ആ രണ്ടാള് അങ്ങനെ പോയി. പിന്നെ മൂത്ത ആള് ബിന്യാമീനെ വിട്ടുകിട്ടാതെ കണ്ട് ഞാൻ ഈ പ്രദേശം വിട്ടു പോകില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ 3 ആള് യാക്കൂബിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നത് എല്ലാവരെയും അള്ളാഹു എനിക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ളത് ഒരു പ്രതീക്ഷ ആണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഇവിടെ ഈ ആയത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അവരെല്ലാവരെയും അള്ളാഹു എനിക്ക് കൊണ്ടുവന്ന് തന്നേക്കാം. ഇന്നഹു തീർച്ചയായും അള്ളാഹു അവൻ തന്നെയാണ് അൽ അലീം സർവജ്ഞനും അൽ ഹക്കീം യുക്തിമാൻ. അതുകൊണ്ട് അള്ളാഹു എനിക്ക് അവരെല്ലാവരെയും കൊണ്ടുവന്ന് തന്നേക്കാം എന്നർത്ഥം. ഇത് യാക്കൂബ് നബി പറഞ്ഞിട്ട് അദ്ദേഹം ആ രംഗത്തു നിന്നും മാറിപ്പോവുകയാണ്. അദ്ദേഹം പിന്തിരിഞ്ഞു, അൻഹും അവരെ തൊട്ട് പിന്തിരിഞ്ഞു, അങ്ങോട്ട് മാറിപ്പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അസഫ എൻ്റെ ദുഃഖമേ, ആരാ യൂസുഫ യൂസുഫിൻ്റെ മേലുള്ള എൻ്റെ ദുഃഖമേ, യൂസുഫിനെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ദുഃഖമേ എന്ന് പറഞ്ഞു. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ യൂസുഫ് നഷ്ടപ്പെട്ടത് കൊല്ലങ്ങൾ കുറേയായി. പക്ഷേ ഇപ്പം ബിന്യാമീനും നഷ്ടപ്പെട്ടപ്പോൾ ആ ദുഃഖം, പഴയ ദുഃഖം ഒന്നും കൂടി മനസ്സിൽ വല്ലാതെ വിഷമങ്ങൾ ഉണ്ടാക്കി തീർത്തു. പഴയ ദുഃഖം മറന്നിരിക്കുകയായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ആ ദുഃഖം ഒന്ന് ഒഴിവായതായിരുന്നു. പക്ഷെ ബെന്യാമീൻ്റെ പ്രശ്നം വന്നപ്പോൾ കൂടുതൽ ആ ദുഃഖവും ഇത് രണ്ടും കൂടി ശക്തമായ ഒരു വിഷമാണ് യാക്കൂബ് നബിക്ക് ഉണ്ടായത്. അതുകൊണ്ട് അവിടെ പറഞ്ഞതാണ് യാ അസഫ അലാ യൂസുഫ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ രംഗത്ത് നിന്ന് മാറിപ്പോവാണ്. അപ്പോൾ ഇത് മക്കൾ കേട്ടു. ഇവരിപ്പോൾ ഉള്ളത് പിന്നെ കന്നാനിലാണ്, ഉപ്പാടെ അടുത്താണല്ലോ. വബിയല്ലത്ത് അയിനാഹു, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെളുത്ത നിറമായി കഴിഞ്ഞു. കണ്ണ് വെളുത്തതായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ദുഃഖം കൊണ്ടേ, മിനൽ ഹുസ്നി ദുഃഖം കൊണ്ട്. വഹുവ അദ്ദേഹം കലീം, ദുഃഖം ഉള്ളിൽ ഒതുക്കി വെച്ച് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്.
അവര് അപ്പൊ അവരിത് കേട്ടപ്പോ യാ അസഫ അല യൂസുഫ എന്ന് പറയുന്നത് കേട്ടപ്പോ അതിന് പറയാണ് ഉപ്പ എപ്പോഴും യൂസുഫിനെ പറ്റി ഓർത്തിട്ട് എന്താവുന്നല്ലേ, മനസ്സ് വിഷമിച്ചിട്ട് ഉപ്പ നശിച്ചു പോവും, മരിച്ചു പോവും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഉപ്പ ഒന്നും ചിന്തിക്കണ്ട, കൊല്ലം പറയില്ലേ യൂസുഫ് പോയിട്ട്, അതുകൊണ്ട് ഇനി ചിന്തിക്കേണ്ടത്. കാലു അവർ പറഞ്ഞു തന്നായി അള്ളാഹുവിനെ തന്നെ സത്യം സത്യം ചെയ്തിട്ടാ പറയണത് അവര്. മക്കളെ തഫ്തഹു തദ്കുറു, നിങ്ങൾ ആയിക്കൊണ്ടേയിരിക്കുന്നു, തദ്കുറു ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു, യൂസുഫിനെ തഫ്തഹു തദ്കുറു യൂസുഫ, നിങ്ങൾ യൂസുഫിനെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഹത്താ തക്കൂന, ഏതുവരെയാണ് ഇങ്ങനെ ഓർക്കുക? ഹത്താ തക്കൂന ഹർദൻ, നിങ്ങളാവുന്നത് വരെ, ഹർദൻ ക്ഷീണിതനാവുന്നത് വരെ. ഇങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ക്ഷീണം ബാധിക്കും. അങ്ങനെ ഔ തക്കൂന, അല്ലെങ്കിൽ നിങ്ങളാവുന്നത് വരെ നിങ്ങൾ ഹാരിക്കയിൽ നശിച്ചു പോകുന്നതിൽപ്പെടുക, മരിച്ചു പോകുന്നതിൽപ്പെടുക, അങ്ങനെ വരാം. നിങ്ങളത് ആലോചിച്ച് മാനസിക പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങളങ്ങനെ മരിച്ചു പോകുന്നൊരു ഘട്ടം വരും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കേണ്ട യൂസുഫ് നഷ്ടപ്പെട്ടു പോയിട്ട് കൊല്ലം കുറയില്ലേ. അതുകൊണ്ട് നിങ്ങൾ ഈ ചിന്തയിൽ നിന്ന് ഒഴിവാവണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് ഖാല ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹി വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഖാല യാക്കൂബ് നബി പറയാണ്, ഇന്നമാ അശ്കൂ, തീർച്ചയായും ഞാൻ അവലാതിപ്പെടുന്നു, ബസീ എൻ്റെ വേവലാതികളും വഹുസ്നി എനിക്കുള്ള ദുഃഖവും ഞാൻ സമർപ്പിക്കുന്നു, ഇലല്ലാഹി അല്ലാഹുവിലേക്ക്. എൻ്റെ വിഷമം, എൻ്റെ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഞാൻ അല്ലാഹുവിലേക്കാണ് ഞാൻ സമർപ്പിക്കുന്നത്. വഅലമു, ഞാൻ അറിയും, മിനല്ലാഹി അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന്, മാ ലാ തഅലമൂൻ, മക്കളെ നിങ്ങളറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയും എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, 86-ാമത്തെ ആയത്താണ്. ഖാല ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹി വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, എൻ്റെ വിഷമങ്ങളും വേവലാതികളും ഒക്കെ ഞാൻ അല്ലാഹുവിൽ സമർപ്പിക്കുകയാണ്. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിൽ നിന്ന് നിങ്ങളറിയാത്ത കാര്യങ്ങളൊക്കെ പലതും എനിക്കറിയാം എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക, യാക്കൂബ് നബി അലൈഹിസ്സലാം. എന്നിട്ട് യാക്കൂബ് നബി പറയാണ്, നിങ്ങളെ അപ്പൊ ഇവരിപ്പോ യാക്കൂബ് നബിയുടെ അടുത്തുള്ളത് കനാനിലാണുള്ളത്, നിങ്ങൾ വീണ്ടും ഈജിപ്തിലേക്ക് പോകണം എന്ന് പറയുന്നതാണ് അടുത്ത ആയത്തിൽ സന്ദർഭം. യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിൻ റൗഹില്ലാഹി ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. യാ ബനിയ, എൻ്റെ മക്കളെ, യദ്ഹബൂ, നിങ്ങൾ പോകണം, ഫതഹസ്സസൂ, എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കണം, മിൻ യൂസുഫ, യൂസുഫിനെ സംബന്ധിച്ച്, വഅഖീഹി, യൂസുഫിന്റെ സഹോദരനെ സംബന്ധിച്ചും നിങ്ങളൊരു അന്വേഷണം നടത്തണം. എവിടേക്ക് പോകണം? ഈജിപ്തിലേക്ക് നിങ്ങൾ പോകണം. ഒന്നും കൂടി പോകണം നിങ്ങൾ. യാ ബനിയ ഇദ്ഹബൂ, എൻ്റെ മക്കളെ നിങ്ങൾ, യാ ബനീന പ്ലസ് യായാണ്, യാ ബനിയ, എൻ്റെ മക്കളെ. യാ ഉള്ളത് കൊണ്ടാണ് എൻ്റെ അർത്ഥം വന്നത്. യാ ബനീന എന്നുള്ളടത്ത് മൂന്നെ കളഞ്ഞു, എന്നിട്ട് യായിലേക്ക് ചേർത്തു, യാ ബനിയ, എൻ്റെ മക്കളെ. യബിനി എന്ന് പറയുന്നത് എൻ്റെ മകനെ, എൻ്റെ മോനെ എന്ന് പറയുന്ന ആൾക്കാർ. യബിനി ഏകവചനാണ്. ഇവിടെ യാ ബനിയ, യാ ബനിയ, എൻ്റെ മക്കളെ. ഇദ്ഹബൂ, നിങ്ങൾ പോവൂ, ഫതഹസ്സസൂ, എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചറിയൂ, മിൻ യൂസുഫ, യൂസുഫിനെ സംബന്ധിച്ച്,
വാഹിഹി യൂസുഫിന്റെ സഹോദരൻ ബിന്യാമീനെ സംബന്ധിച്ചും നിങ്ങളൊരു അന്വേഷണം നടത്തണം. നിങ്ങൾ നിരാശപ്പെടരുത്. വല തയ്യസൂ, നിങ്ങൾ നിരാശപ്പെടരുത്. മിൻ റൗഹില്ലാഹി, അള്ളാഹു നിങ്ങൾക്ക് ചില ആശ്വാസങ്ങൾ തരും. അള്ളാഹ് അങ്ങനെ ആശ്വാസങ്ങളും തരൂ നമ്മൾക്ക് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം എന്താ? ഇന്നവും ലായസും റൗഹില്ലാഹി, അള്ളാഹു തരുന്ന ആശ്വാസത്തെ പറ്റി നിരാശപ്പെടുകയില്ല. ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളായ ജനങ്ങളല്ലാതെ. അവിശ്വാസികൾക്കാണ് അങ്ങനെ സംശയം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സംശയവും നിരാശയും ഉണ്ടാവുക. മുത്തഖീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും അങ്ങനെയുള്ള നിരാശ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങൾ യൂസുഫിനെ സംബന്ധിച്ചും സഹോദരനെ സംബന്ധിച്ചും നിങ്ങൾ അന്വേഷണം നടത്തണം. എന്നിട്ട് രണ്ടുപേരെയും കണ്ടുപിടിക്കണം. അപ്പൊ യൂസുഫിന്റെ സഹോദരൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ യാക്കൂബ് നബിക്കും മറ്റുള്ളവർക്കും അറിയാം. പക്ഷെ യൂസുഫ് ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഇവർക്ക് ഉറപ്പില്ല. പക്ഷെ യാക്കൂബ് നബിക്ക് എന്തോ ഒരു വിവരം കിട്ടിയതുപോലെയുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ അന്വേഷിക്കണം യൂസുഫിനെ സംബന്ധിച്ച്. കൊല്ലം കുറേ ഇല്ലേ നഷ്ടപ്പെട്ടിട്ട് യൂസുഫ് അലൈഹിസ്സലാം. അപ്പം ആ യൂസുഫിനെ സംബന്ധിച്ച് എന്തോ ഒരു ധാരണ ഉണ്ട്. യൂസുഫ് അലൈഹിസ്സലാം ഹയ്യാണ്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്, എവിടെയുണ്ട് ഈജിപ്തിൽ എന്നുള്ളൊരു കാര്യം യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അറിഞ്ഞിട്ട് പറയാതിരിക്കുകയല്ല മക്കളോട്. പക്ഷെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു മരുന്നുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കണം. യൂസുഫിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം വാഫി. അപ്പം ഇവർക്ക് ആർക്കും യൂസുഫ് ഈജിപ്തിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പില്ല. ആർക്ക്? മക്കൾക്ക്. മക്കൾ കണ്ടിട്ടുമില്ല. ബിന്യാമീനെ മാത്രമേ അറിയുള്ളൂ. ബിന്യാമീനോട് യൂസുഫ് അലൈഹിസ്സലാം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ സഹോദരനാണ് എന്നുള്ളത് ആദ്യം തന്നെ വന്ന ഉടനെ കെട്ടിപ്പിടിച്ചിട്ട് രഹസ്യമായിട്ട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട് ബിന്യാമീനോട്. അതുകൊണ്ട് ബിന്യാമീൻ ഉറപ്പാണ്. പക്ഷെ ബിന്യാമീൻ ഇവരുടെ കൂട്ടത്തിലില്ലല്ലോ. അവിടെ മോഷണ കേസിൽ പെട്ടിട്ട് അവിടെ പിന്നെ കസ്റ്റഡിയിലാണ്, അല്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അടുത്താണ്. വിട്ടുകിട്ടിയിട്ടില്ല. അപ്പോൾ യാക്കൂബ് നബിക്ക് എന്തായാലും ഒരു ധാരണ ഉണ്ട്, യൂസുഫ് ജീവിച്ചിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അന്വേഷിക്കണം എന്നാണ്. തഹസ്സസു എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചറിയാന്നാണ് അർത്ഥം. തജസ്സുസ് ആവുമ്പോൾ ചാരപ്രവർത്തനം നടത്തുക. തജസ്സുസ് ഇവിടെ തഹസ്സസു എന്ന് പറഞ്ഞാൽ വേറെ വാക്കാണ്. ഇദ്ഹബു, നിങ്ങൾ പോവൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ തഹസ്സസു, നിങ്ങൾ അന്വേഷിക്കൂ. അതാണ് ഇവിടുത്തെ അർത്ഥം. നിങ്ങൾ അന്വേഷിക്കൂ. തജസ്സസു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാരപ്രവർത്തനം നടത്തുന്ന ജീമ്. അത് ആയത്തിലുള്ള കാര്യമല്ല പറഞ്ഞത്, ഈ വാക്കിൻ്റെ അടുപ്പം അതുമായിട്ടുള്ള ബന്ധങ്ങളാണ് പറയണത്. തജസ്സുസ് എന്നൊരു വാക്ക് ജീമിനൊരു പുള്ളിയിട്ടാൽ, ഹാക്കൊരു പുള്ളിയിട്ടാൽ ജീമായി, തജ എന്നായി. ഇപ്പൊ തഹസ്സസു നിങ്ങൾ അന്വേഷിച്ചറിയാ എന്നാണ്. മറ്റത് തജസ്സസു എന്ന വാക്ക്. എവിടെ ഈ വേറെ വാക്കുള്ളത്? തജസ്സസു, നിങ്ങൾ ചാരപ്രവർത്തനം നടത്തുക. ഈ വലായറത്തമ്പായതുക്കുമ്പായത വല തജസ്സസു എന്ന് പറഞ്ഞിട്ട് തജസ്സുസും അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്തിൽ, ഗുജറാത്ത് സൂറത്തിൽ അങ്ങനെ ഒരു ആയത്തുണ്ട്, മുഴുവൻ ഓർമ്മയില്ല. അപ്പം അതിൽ വല തജസ്സസു വലായർത്തുമ്പായതുക്കുമ്പായത, നിങ്ങൾ തജസ്സുസ് ചെയ്യരുത്. തജസ്സുസ് പറഞ്ഞാൽ ചാരപ്രവർത്തനം, CID വർക്ക് ചെയ്യരുത്. വലായർത്തുമ്പായതുക്കുമ്പായത, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത് എന്നാണ് ആ ആയത്തിലുള്ളത്. പിന്നെ വേറെ ഇതെല്ലാം ഉണ്ട് ഇത്. അപ്പോൾ ആ വാക്കും ഈ വാക്കും കൂടി ഒരു ബന്ധമുള്ളത് കാരണമാണ് ഇപ്പം ഞാനത് പറയാൻ കാരണം. തഹസ്സുസ് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചറിയും. തജസ്സുസ് എന്ന് പറഞ്ഞാൽ
മോശമായ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷിച്ചറിയലാണ് തജസ്സുസ്. ഒരാളുടെ രഹസ്യങ്ങളും ഇതൊക്കെ പിന്നെ അറിയുക, അതിന് വലിയ ജിജ്ഞാസയോടുകൂടെ അത് അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശേഖരിക്കുക ഒക്കെയാണ്. പക്ഷേ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും രാജ്യത്തിലെ ജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അങ്ങനൊരു തജസ്സുസുണ്ട്. അതിനും തജസ്സുസ് എന്ന് തന്നെ പറയാം. അന്വേഷിച്ചറിയുമ്പോൾ അത് നല്ല കാര്യമാണല്ലോ. ജനങ്ങളുടെ സുരക്ഷയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ ജനങ്ങൾക്ക് സുരക്ഷ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അപ്പം അതിനെ സംബന്ധിച്ച് തജസ്സുസ് ഉണ്ടാവും. അതുകൊണ്ട് രഹസ്യ പോലീസ് കണ്ടമാനം എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ടല്ലോ. അത് തജസ്സുസാണ്, അവരുടേത് തജസ്സുസാണ്. അത് നല്ല കാര്യത്തിന് വേണ്ടി തജസ്സുസ് ഉപയോഗിക്കും. തഹസ്സുസും നല്ല കാര്യത്തിനേ ഉപയോഗിക്കുള്ളൂ. തഹസ്സുസ് എൻ്റെ മക്കളെ നിങ്ങൾ പോവുക, അങ്ങനെ പോയിട്ട് നിങ്ങൾ അന്വേഷിക്കണം യൂസുഫിനെ സംബന്ധിച്ചും സഹോദരനെ സംബന്ധിച്ചും. വലാ തൈഅസൂ, നിങ്ങൾ നിരാശരാവരുത്. മിർ റൗഹില്ലാഹി, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ആശ്വാസത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. വലാ യൈഅസു മിർ റൗഹില്ലാഹി, അള്ളാഹുവിൻ്റെ ആശ്വാസത്തെ സംബന്ധിച്ച് നിരാശപ്പെടുകയില്ല ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളായ ആളുകളല്ലാതെ. ഇതാണ് പറയുന്നത്. ഫലമ്മാ ദഖലൂ അലൈഹി, 87 88 ആയത്താണ്. ഫലമ്മാ ദഖലൂ അലൈഹി, അപ്പം ഇത് പറഞ്ഞു. ഇവര് 8 ദിവസം യാത്ര ചെയ്ത് ഈജിപ്തിലെത്തി. ഈജിപ്തിലെത്തിയിട്ട് ഉള്ള കാര്യം പറയുന്നത്. ഫലമ്മാ ദഖലൂ, അവര് പ്രവേശിച്ചപ്പോൾ അലൈഹി, യൂസുഫിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചു. യൂസുഫിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ യൂസുഫിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ വലിയ പിന്നെ ഉന്നത സ്ഥാനത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ യൂസുഫിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ല, അതിനുള്ള പെർമിഷൻ കിട്ടണം. അങ്ങനെ പെർമിഷൻ കിട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അസീസ് എന്ന സ്ഥാനപ്പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുക. അസീസ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലുള്ള ലോർഡ് എന്നർത്ഥം. അതാണ് അസീസ് എന്ന് പറയുന്നത്. അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചുള്ള ഈജിപ്തിലുള്ള പേരാണ് അസീസ് എന്ന്, ഭരണരംഗത്ത്. അതുപോലെ വേറെ ചില നാടുകളിൽ രാജാക്കന്മാരും അതിനോടനുബന്ധിച്ച പേരുകളൊക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ലോർഡ് എന്നാണ് അസീസിന് തുല്യമായ വാക്ക്. അസീസ് അറബി വാക്കാണ്. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അസീസ് എന്ന് പറയുന്നതിന് തുല്യമായ വാക്ക് ലോർഡ് എന്നാണ്, പ്രഭു. പിന്നെ നജാഷി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഹബ്സീനിയയിൽ. അവിടെ രാജാവിൻ്റെ സ്ഥാനപ്പേര് നജാഷിയാണ്. അതുപോലെ പല രാജ്യങ്ങളിലും പല പേരുകളുണ്ട് ഭരണരംഗത്തുള്ള. അതുപോലൊരു പേരാണ് അസീസ് എന്നുള്ളത്. അപ്പോൾ അവർ ഈ സഹോദരന്മാർ ഈജിപ്തിലെത്തിയിട്ട് അവർ യൂസുഫുമായിട്ട് കണ്ടിട്ട് അവർ പറയുന്നതാണ് 88 ആയത്തിലുള്ള ഇത്. ഇപ്പോൾ അവർ അസീസിനോട് കാര്യം പറയാം. എന്തോ കാര്യം പറയണം. യാ അയ്യുഹൽ അസീസ്, അല്ലയോ അസീസെ. യാ അയ്യുഹ രണ്ടും വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. യാ അയ്യുഹ രണ്ട് ഒറ്റവാക്കുകളാണെങ്കിൽ അയ്യുഹൽ അസീസു ഒരു അതും അല്ലയോ അസീസ് എന്ന് അർത്ഥം. യാ അയ്യുഹ എന്ന് പറഞ്ഞാൽ അതും യാ അയ്യുഹല്ലദീന ആമനൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സാധാരണ ഖുർആനിൽ നമ്മൾ കേൾക്കുന്ന വാക്കാണ്. ഞാൻ ആദ്യം ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചു പറയാം. അതുപോലെ യാ അയ്യുഹൽ അസീസ്,
അല്ലയോ അസീസ്, രാജാവെ എന്ന് വിളിക്കുന്ന പോലെയുള്ള ഇതാണ് അസീസ്. മസ്സന ഞങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്, ഞങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. വാഹിലന ഞങ്ങളുടെ കുടുംബത്തിനെയും, മസ്സന ഞങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്, വാഹിലന ഞങ്ങളുടെ കുടുംബത്തെയും, അള്ളൂറു വേദനകളും യാതനകളും ബുദ്ധിമുട്ടുകൾ, വജിന അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് അളന്ന് കിട്ടാൻ വേണ്ടി, ധാന്യം അളന്ന് കിട്ടണം, അതിനു വേണ്ടിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ഞങ്ങൾക്ക് വളരെ വിഷമങ്ങൾ നിങ്ങൾ അനുഭവപ്പെട്ട് വളരെ ക്ഷാമത്തിലാണല്ലോ. ക്ഷാമം പിടിപെട്ട സമയമാണ് നാട്ടിൽ. ഭക്ഷ്യസാധനങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ വിഷമത്തിലാണ് എന്ന് അസീസിനെ വിളിച്ചു പറയുന്നതാണ് രംഗം. യാ അയ്യുഹൽ അസീസ്, അല്ലയോ അസീസ്, മസ്സന ഞങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്, വാഹലന ഞങ്ങളുടെ കുടുംബത്തെയും, അമ്പുറു ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ, വജിന ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ബിബിലാഅത്തിൻ ബിബിലാഅത്തിൻ ചരക്കുകൾ, സാധനങ്ങൾ. ഇവിടെ അങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളുടെ വില അനുസരിച്ച് ഈജിപ്തിൽ നിന്ന് ധാന്യങ്ങൾ അളന്നു കൊടുക്കുക, ഇതാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന സാധനമാണെങ്കിൽ മുസ്ജാത്തിൻ വളരെ വില കുറഞ്ഞ താഴ്ന്ന സാധനങ്ങളാണ്. വലിയ ഉന്നത നിലവാരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ആവുന്നില്ല, ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. ഞങ്ങൾ കൊണ്ടുവന്ന സാധനം വളരെ വില കുറവ് കിട്ടുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് അത് കണക്കിലെടുക്കാതെ നിങ്ങൾ ഞങ്ങൾക്ക് നന്നായി അളന്നു തരണം, ധാന്യങ്ങൾ നന്നായി അളന്നു തരണം. ഔഫിലനൽ കൈല, കയ്യിൽ എന്ന് പറഞ്ഞാൽ അളന്നു കൊടുക്കുക, തരിക എന്നൊക്കെ അർത്ഥം. ഔഫിലന ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരണമേ എന്നാണ് അസീസിനോട് പറയുന്നത്. ഔഫിലന ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണമേ അൽ കൈല, അളവിൽ ഞങ്ങൾക്ക് കുറയ്ക്കരുത്, നന്നായിട്ട് അളന്നു തരണം. ഞങ്ങളുടെ സാധനം നോക്കിയിട്ട് മുഴുവൻ അങ്ങനെ ചെയ്യരുത്. സാധനമാണെങ്കിൽ വളരെ വില കുറഞ്ഞ സാധനങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തസദ്ദഖ് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം, അലൈന ഞങ്ങളെ നിങ്ങൾ സദഖ ചെയ്ത് സഹായിക്കണം എന്നാണ് പറയുന്നത്. തസദ്ദഖ് അലൈന, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു യജ്സി അവൻ പ്രതിഫലം നൽകും അൽ മുത്തസദ്ദിഖീൻ സദഖ ചെയ്യുന്നവർക്ക്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലാഹു വളരെയധികം പ്രതിഫലം നൽകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വലിയ ഉപകാരമാണ് നിങ്ങൾ ചെയ്തു തരേണ്ടത് എന്നാണ് പറയുന്നത്. മുത്തസദ്ദിഖ അലൈന ഇന്നല്ലാഹ യജ്സിൽ മുത്തസദ്ദിഖീൻ. ഇനി 88-ാമത്തെ ആയത്താണ്. ഇത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.